ദുന്യവിയായ ജീവിതത്തിൽ പരിചയമിൽപ്പെട്ടിട്ടില്ലാത്ത അപരിചിതനായ ആളുകൾ സലാം പറഞ്ഞാൽ മരിച്ച ആള് മുഅ്മിനീങ്ങൾ സലാം അടക്കും, പക്ഷെ അവർക്ക് ആളെ തിരിയില്ല. ഉണ്ടോ? ഇത്ര കൃത്യാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പം പരിചയക്കാരും ചങ്ങായിമാരും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ആയ അവർ ഖബറിൽ സലാം പറഞ്ഞാൽ സലാം അടക്കുക മാത്രമല്ല, ഇവരെ അവർക്ക് ശരിക്കും തിരിച്ചറിയാനാവും. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് പരിചയമൊന്നുമില്ല. നമ്മളിപ്പോ ഏത് ഖബർസ്ഥാനിൽ പോയാലും സലാം പറയുമല്ലോ, എവിടെ പോയാലും സലാം പറയൽ സുന്നത്തുമാണ് മുഅ്മിനീങ്ങളെ ഖബർസ്ഥാനിൽ. അങ്ങനെ സലാം പറഞ്ഞാൽ അവർ സലാം അടക്കും. പണ്ടുകൾക്ക് പരിചയമില്ല, എന്നപ്പോഴും പരിചയമില്ല. പണ്ട് പരിചയമില്ലെങ്കിൽ ഇപ്പോഴും പരിചയമില്ല എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ആഴ്ചയും തന്റെ മാതാവിന്റെയോ പിതാവിന്റെ ഖബറിങ്ങൾ ഒരു മനുഷ്യൻ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ ഇവൻ ജീവിതകാലത്ത് ഈ മാതാപിതാക്കളെ ദൗർഭാഗ്യവശാൽ പൊരുത്തം വാങ്ങാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല, അഥവാ എന്തോ സന്തോഷക്കേട് ഉണ്ട് ഉമ്മാക്കും ബാപ്പാക്കും ഇവനോട്, അതവന്റെ ദുനിയാവും ആഖിറവും പരാജയത്തിലാക്കും. ഇനി അത് പരിഹരിക്കാനുള്ള മാർഗം ആഴ്ച തോറും ഇടവിടാതെ എല്ലാ ആഴ്ചയും സിയാറത്തിന് പോവുക. അങ്ങനെ സിയാറത്തിന് വരാൻ തുടങ്ങിയാൽ ഈ ഉമ്മാക്ക് അല്ലെങ്കിൽ ഈ വാപ്പാക്ക് മുമ്പ് ജീവിതകാലത്ത് ഇവനോടുണ്ടായിരുന്ന എല്ലാ വെറുപ്പും പോയി തന്റെ ബാക്കി മക്കളെക്കാളും ബന്ധുക്കളെക്കാളും ഏറ്റവും സ്നേഹവും ബഹുമാനവും ഇവനോടായി മാറും. കാരണം എന്താ? ഇവൻ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഉമ്മയും ബാപ്പയാണെങ്കിൽ വിവരം കിട്ടും, ബാക്കിയുള്ളവർക്ക് അടുത്തെത്തണം. ഉമ്മയും ബാപ്പയാണെങ്കിൽ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിവരം കിട്ടും. സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ ഖബർസ്ഥാനിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ മുഴുവനും കാണും. കാണുന്ന സമയത്ത് അടുത്തുള്ള ഖബറാളികൾ പറയുകയാണ്, ഓ കാക്ക നിങ്ങളെ മോൻ വന്നല്ലോ. ഇത്രയും അഭിമാനകരമായ ഒരു മുഅ്മിനായ മനുഷ്യന് ഖബറിൽ മറ്റൊന്നില്ല, തന്റെ കൂടെ കിടക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അതിങ്ങനെ നിശ്ചലായിട്ട് പുറത്ത് കിടക്കുകയാണെന്ന്. അവർ തമ്മിൽ പരസ്പരം സിയാറത്ത് ചെയ്യലും പരസ്പരം ഒത്തുകൂടലും പരസ്പരം അറിയലും അന്വേഷിക്കലും ഒക്കെയുണ്ട്. നാം മനസ്സിലാക്കിയേക്ക്. അതാണ് ഞാൻ പറഞ്ഞ ശ്മശാനം പുറത്ത് മാത്രമാണ്, ഉള്ളതൊരു സാമ്രാജ്യമാണ്. അതിനെപ്പറ്റി പഠിച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട്, കുറച്ചൊന്നുമല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. ഇങ്ങനെ വരുമ്പം അടുത്തുള്ള ആളുകൾ പറയും, ഓ നിങ്ങളെ മോൻ വന്നല്ലോ, വല്ലാത്തൊരു കുട്ടിയാട്ടോ, നിങ്ങളെ കുട്ടി ഒറ്റ ആഴ്ച നിങ്ങളെ ഒഴിവാക്കണില്ലേട്ടാ. ഇത് ഈ വാപ്പാക്ക് അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത അഭിമാനം. പഠിച്ചോനെ എന്റെ കൂടെ കിടക്കണം, ഇവരൊക്കെ ഇങ്ങനെ അഭിമാനം പറയാൻ മാത്രം എന്റെ മോനായല്ലോ, എന്തൊക്കെ എന്റെ അടുത്ത് എന്തോ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയേക്കും, എന്നാലും വേണ്ടില്ല എന്റെ കുട്ടി നന്നാട്ടെ. ഇവരെ പൊരുത്തക്കേട് മാറി പൊരുത്തമായി എന്ന് മാത്രമല്ല, ഇവനെ കൊണ്ടിട്ട് അഭിമാനിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ഖബറാളി മാറും. എവിടുന്ന് സിയാറത്ത് ചെയ്താലും എവിടുന്ന് ദ്വാരുന്നാലും അവർക്ക് അതിന്റെ കൂലിട്ടും. ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി നമ്മൾ എവിടുന്ന് ഓതി ദ്വാരുന്നാലും കൂലിട്ടും, സദഖ ചെയ്താലും കൂലിട്ടും. പക്ഷെ സിയാറത്ത് ചെയ്യാൻ പറയുന്നത് പെട്ടതല്ല, അത് വേറെ തന്നെയാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സിയാറത്ത് ചെയ്യുമ്പോഴും ഇത് ഓതലും സലാത്തിലും നിക്കറലും സദഖയിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലുള്ള പ്രശ്നം അതല്ല. അവർക്ക് നമ്മളെ കാണാനാകും, അവരുടെ അയൽവാസികൾക്ക് നമ്മളെ കാണാനാകും. നമ്മുടെ ഈ നിരന്തരം പാപ്പാനെയോ ഉമ്മാനെയോ ഈ ബന്ധപ്പെടുന്ന ഈ അവസ്ഥ കണ്ട് മറ്റുള്ളവർ കൂടി അഭിമാനം പറയുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മാക്കും പാപ്പാക്കും എന്തൊരു ഇസ്സത്താണത്. ആ ഇസ്സത്തിന് നമ്മൾ കാരണമായ അതുകൊണ്ട് നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഗുണം കിട്ടും. എന്താ അവിടുത്തെ അവസ്ഥ എന്നാ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൽ മയ്യിത്തു ഫീ ഖബരിഹി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി യന്തദിറു ദഅവതൻ യൽഹഖുഹു മിൻ അബീഹി ഔ ഉമ്മിഹി ഔ സദീഖിഹി. ഒരു മയ്യിത്ത് ഖബറിൽ കിടക്കുന്ന അവസ്ഥ നീന്തമറിയാത്തൊരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് മുങ്ങിത്താവുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ഒരു പിടികയറില്ലാതെ വെപ്രാളപ്പെട്ട് ഏത് സെക്കൻഡിലും മുങ്ങി മരിച്ചു പോകും എന്നുള്ള ബേജാറായിക്കൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു പിടികയറ് കിട്ടുമോ എന്നുള്ള നിലക്ക് ഇവൻ പൊങ്ങി വരുന്ന സമയത്ത് ബേജാറോടുകൂടി നാല് ഭാഗത്തേക്ക് നോക്കി ഏത് പൊൽക്കുടി കണ്ടാലും അതിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ ഖബറിൽ കിടക്കുന്നവൻ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പിടികയറല്ല നോക്കുന്നത്, മറിച്ച് യന്തദിറു ദഅവതൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ എന്നാണ് അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യൽഹഖുഹു, ഈ ദുആ അവന് പറ്റും. ആരിന്ന് മിൻ അബീഹി, ബാപ്പണ്ട് ജീവിച്ചിരിക്കുന്ന ബാപ്പ ദുആ ചെയ്യുന്നുണ്ടോ, മക്കള് ദുആ ചെയ്യുന്നുണ്ടോ, ജ്യേഷ്ഠാനുജന്മാര് ദുആ ചെയ്യുന്നുണ്ടോ, ഔ സദീഖിഹി,
ചങ്ങാതിമാര് ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരാണ്, കൂട്ടുകാരാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്, ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. ഇങ്ങനെയുള്ള ചങ്ങാതിമാരെങ്കിലും എനിക്കൊരു ദുആ ചെയ്യുന്നുണ്ടോ എന്ന് കാത്തുകൊണ്ട് മുങ്ങിത്താകാൻ പോകുന്ന ഒരു വെള്ളത്തിൽ കുടുങ്ങിയ മനുഷ്യനെ പോലെ കാത്തിരിക്കുകയാണ്. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരാളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന ഈ ഖബറാളിക്ക് ലഭിച്ചാൽ കാനത്ലഹു ഖൈറൻ മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകം മുഴുക്കിയും അതിലുള്ള സകലമാന വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ അവന് സന്തോഷകരവും പ്രയോജനപ്രദവുമാണ്. നമുക്കൊക്കെ നാളെ വരുന്ന അവസ്ഥയാ സഹോദരങ്ങളെ, ഒക്കെ വരുന്ന അവസ്ഥയാണ്. നാം നമുക്കാകുന്ന സമയത്ത് വല്ലതും ചെയ്തു വെച്ചെങ്കിലേ നമ്മൾ അവിടെ പോയി കിടക്കുമ്പം മറ്റുള്ളവര് നമ്മളെ ഓർക്കൂ. നമ്മളമ്മാനും പാപ്പാനും നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മളെ മക്കളുണ്ടാകും. നമ്മളെ ജ്യേഷ്ഠാഞ്ചന്മാരെയും നമ്മുടെ സഹോദരിമാരെയും നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മളെ ശ്രദ്ധിക്കാൻ വേറെ ആളുകൾ അല്ലാഹു തരും. ഇല്ലെങ്കിലോ നമ്മൾക്ക് ആരെ കാര്യത്തിലും ശ്രദ്ധയില്ല, എന്നാ നമ്മളെ കാര്യത്തിലും ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. നരകത്തിന്റെ അഹ്ലുകാരായ ഖബറാളികളെ മോചിപ്പിക്കുന്ന 7 പ്രധാന കാര്യങ്ങൾ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചതിൽ പ്രധാനമായ ഒന്ന് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന മൂമിനുകളിൽ നിന്ന് ലഭിക്കുന്ന ദുആ ഖബറിലുള്ള ശിക്ഷയിൽ നിന്നിട്ട് മോചിതനായി സ്വർഗീയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ കാരണമാകും എന്ന്. ആരുടെ ദുആ കൊണ്ടാണ് എപ്പോഴാണ് രക്ഷ ലഭിക്കുക എന്ന് പറയാൻ കഴിയില്ല. നാം ചെയ്തതിന്റെ കൂലി നമുക്ക് എന്തായാലും ലഭിക്കും. അതിന്റെ പുറമെ നമ്മുടെ ഈ പ്രാർത്ഥന ഒരു പക്ഷേ ഈ കിടക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ പാപം പൊറുക്കപ്പെടാനും അയാള് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ എന്തുമാത്രം വലിയ ഉപകാരമായിരിക്കും അയാൾക്ക് നമ്മളെ കൊണ്ട് കിട്ടുക. ഒരു മുഅ്മിനായ മനുഷ്യന് മറ്റൊരു മുഅ്മിനായ മനുഷ്യനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ പകരമായി അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ഒരു മൂമിൻ നമ്മൾ കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളെ ആ ഒറ്റ കാരണം കൊണ്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അതുകൊണ്ടാണ് ഖബർ സിയാറത്തിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇന്നത് പറ്റില്ലാണ്ടായി. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജുമാഅ കഴിഞ്ഞാല് പള്ളിപ്പറമ്പിൽ നിരന്ന ആളുകളാണ്. അവനവന്റെ കുടുംബത്തിലും ബന്ധത്തിലും പെട്ട ആളുകളുടെ ഖബറിടങ്ങൾ ചെന്ന് സിയാറത്ത് ചെയ്യുന്നത്. ഇന്ന് എന്തൊക്കെയോ പരിഷ്കാരത്തിന്റെ പേരിൽ മനുഷ്യൻ അത് പറ്റേ ഇല്ലാതാക്കി. എന്നാൽ പിന്നെ ചില ഉസ്താദന്മാരൊരു കാര്യമുണ്ട്, ഖതീബന്മാര് ജുമാ കഴിഞ്ഞ് ഒന്നാമത്തെ ദുആ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഓരോരുത്തരും പോയി ഓതി തീർക്കാൻ അറിയില്ലെങ്കിൽ ആ ഖബറാളികൾക്ക് ഒന്നിച്ചു വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി ഒന്നിച്ചൊരു ദുആക്ക, അതിലൊരു ആമീൻ പറയാൻ കൂടിയാൽ ഒന്നുമില്ലെങ്കിൽ ആ ഖബറാളികൾക്കും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി തീർന്ന കൂലി ഉണ്ടെങ്കിലും അതും ഇപ്പൊ പരിഷ്കാരത്തിന്റെ പേരില്ലാതായി. ഒക്കെ ചോദിക്കുക, നബി അങ്ങനെ ചെയ്തണോ, സാബി അങ്ങനെ ചെയ്തണോ? നബിയും സാബിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് ചെയ്യാൻ നടക്കല്ലേ? എന്താന്നറിയോ, ഇവരെ കണ്ടാൽ തന്നെ തോന്നുന്നു നബിയാണോ? അത്ര നബിയായിട്ടുണ്ട് യോജിച്ചിട്ടുള്ളത്. എന്താ കഥ? മോദുകാർ നോക്കിയാൽ തന്നെ ഏതോ കാട്ടുന്നിറങ്ങിയില്ല തോന്നുന്നു. അങ്ങനെ ഒരു നബി ഉണ്ടാവുക? ഞാൻ കുറ്റം പറയല്ല, ഒരു പറയ നോക്കണം. ഖൈറായ അമലുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇതിനൊന്നും തെളിവുദ്ധരിക്കാനോ ഓതാനോ പാടാനോ പോകണ്ട. സോറി അമലല്ലേ, അവനാന് കാര്യം കിട്ടുമല്ലോ, മറ്റൊന്ന് കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ? ഖുർആൻ ഓതിയ ഖബറാളികൾക്ക് കൂലി കിട്ടൂലെങ്കിൽ നിങ്ങൾക്ക് എന്തോ? ഖുർആൻ അള്ളാന്റെ കലാമല്ലേ, നിങ്ങൾക്ക് കൂലി കിട്ടൂലേ? കൂലി കിട്ടൂല എന്ന് പറഞ്ഞവര് തന്നെ പറഞ്ഞെന്താണ്? മയ്യത്തിന്റെ അരികെ വെച്ച് ഖബറിന്റെ അരികെ വെച്ച് ഓതിയാൽ അതിന് പ്രത്യേകമായ ഒരു സുഖാനുഭൂതി എന്നത് അതിന് പ്രകൃതിയാണുള്ളത്. അതെന്തായാലും കിട്ടുമോ? അതുവരെ കൂലി കിട്ടൂല എന്ന് പറഞ്ഞതിന് ഒരു തെളിവുമില്ല. അങ്ങനെ ചിലരോട് പറഞ്ഞാണ്, ഒരു തെളിവുമില്ല. കാരണം എന്താ? നിസ്കരിച്ചതിന്റെ കൂലിട്ടും, നോൻപ് വെച്ചതിന്റെ കൂലിട്ടും, ഹജ്ജ് ചെയ്തതിന്റെ കൂലിട്ടും, ഉംറ ചെയ്തതിന്റെ കൂലിട്ടും, സദഖ ചെയ്തതിന്റെ കൂലിട്ടും, ദ്വാരതതിന്റെ കൂലിട്ടും, ഖുർആൻ ഓതിയതിന്റെ കൂലിട്ടും. ആ ഖുർആൻ എന്താ ഇതൊക്കെ പഠിച്ച് മറ്റേ കോവാലനാര് അടിച്ചതാ എന്താന്നല്ലേ? അത് ഖുർആന് മാത്രം എന്താടോ ഒരു അയിത്തം? ബാക്കിയുള്ളതിനൊന്നും കിട്ടൂലെന്ന് ഒരാളും പറയണില്ല. 2 റക്അത്ത് നിസ്കരിച്ചു, സുന്നത്തുകരിച്ചു, ഇതിന്റെ പ്രതിഫലം ഞാന് ഈ ഖബറിടത്തിൽ മറവെട്ട് കിടക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും വേണ്ടി അതിയാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി എല്ലാവർക്കും കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും നിറക്കില്ല, പറയുന്നവർക്കും നിറക്കില്ല. അല്ലെങ്കിൽ ഒരു ദിവസം സുന്നത്തോലും പോറ്റ്, ഈ സുന്നത്തോലും പോറ്റ് ഇന്ന് ഞാൻ നോറ്റ ഈ സുന്നത്തോൽമ്പിന്റെ കൂലി എന്റെ കുടുംബത്തിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാന് ഹദിയാക്കി. ആ കൂലി കിട്ടുന്നുള്ള കാര്യത്തിൽ പേർക്ക് ആർക്കും നിറക്കില്ല.
മക്കത്ത് പോയിട്ടൊരു ഉംറ ചെയ്തു, എന്നിട്ട് പറയാം ഞാൻ ഈ ചെയ്ത ഉംറന്റെ കൂലി എന്റെ കുടുംബത്തിൽ നിന്നിട്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഇന്ന ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന മോമിനിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിയാക്കി, അതിന്റെ കൂലി ഇട്ടെന്ന് അറിയണേൽ ആർക്കും തർക്കമില്ല. സദഖ ചെയ്തു, അതിന്റെ കൂലി ഇട്ടെന്നുള്ളതിന് മുസ്ലിമീങ്ങളായ ഒരാൾക്കും തർക്കമില്ല. ദ്വാരന കൂലി ഇട്ടും മുസ്ലിമായ ഒരാൾക്കും തർക്കമില്ല. ഇജ്മാണതൊക്കെ. പിന്നെ ഖുർആന് മാത്രം എന്താ ഒരു കേട്? മനസ്സിലായില്ല. നിക്കാരത്തിന്റെ കൂലി ഇട്ടും, നോൽമിന്റെ കൂലി ഇട്ടും, ഹജ്ജിന്റെ കൂലി ഇട്ടും, ഉംറന്റെ കൂലി ഇട്ടും, സദഖന്റെ കിട്ടും, ദുആന്റെ കിട്ടും, ഖുർആന്റെ കിട്ടൂല. എന്താ ഖുർആൻ എന്താ കേട്? മനസ്സിലായില്ല. ഖുർആൻ സാലിഹ് അമലല്ലേ? ഇതൊക്കെ അവനാൻ ചെയ്താൽ കൂലി കിട്ടുന്ന അമല് സദഖ ഹദിയാക്കുമ്പോ കിട്ടുകയാണ് ഓൾക്ക്. ഖുർആനിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി ഫലഹു ഹസന ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. വളരെ പ്രസിദ്ധമായ ഹദീസല്ലേ? ഖുർആനിൽ നിന്നിട്ട് ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ അവന് ഒരു ഹസനത്ത് കിട്ടും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്തിന് 10 ഇരട്ടിയാണ് കൂലി. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം ഒന്നായിട്ട് ഒരു ഹർഫാന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് പറയുമ്പോ 3 ഹർഫാണ്, 30 കൂലിട്ടു. എന്താണ് സദഖ ചെയ്താ കിട്ടൂലേ? പൈസ കൊടുത്താ കിട്ടും, ദ്വാരനാ കിട്ടും, നിക്കച്ചാ കിട്ടും, നോൽമ്പോറ്റാ കിട്ടും, ഹജ്ജ് ചെയ്താ കിട്ടും, ഉംറ ചെയ്താ കിട്ടും, ഓതിയാ കിട്ടൂല. എന്നാ വല്ലാത്തൊരു കിട്ടയ്യ. എന്നാ വേണ്ട, കിട്ടൂല. ഹലാസ് നിങ്ങൾ പറഞ്ഞ് സംഭവിച്ചു, കിട്ടൂല, നിങ്ങൾക്ക് വേണ്ടി സംഭവിച്ചു. എന്നാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യപ്പെടുന്നിടത്ത് സക്കീനത്ത് എന്ന് പറയുന്ന പ്രത്യേക റഹ്മത്തിന്റെ മലക്കിറങ്ങുമെന്നും അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള എല്ലാവർക്കും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു ആനന്ദ അനുഭൂതി ലഭിക്കും എന്നും. അതിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല. അത് കിട്ടിയോട്ടെ, ഒരു ഇട്ടൂലാന്ന് നിങ്ങൾക്ക് വേണ്ടി വാസിക്ക് സമ്മതിച്ചു തന്നു. ഹലാസ് സമ്മതിച്ചു. അതിന് റസൂലും പറഞ്ഞാൽ കേട്ടോ, ഇവർക്ക് വേണ്ടി സമ്മതിക്കാണ്. ഇവർക്ക് വേണ്ടി സമ്മതിച്ചാലും സക്കീനത്ത് ഇറങ്ങൂലേ? ഇറങ്ങും. അള്ളാന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ് സക്കീനത്ത് എന്ന് പറയുന്നത്. അതിന്റെ പുറമെ ഖുർആൻ ഓതുന്നിടത്ത് പ്രത്യേകമായ ഒരു അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്തിന്റെ പുറമെ ഒരു സുഖാനുഭൂതി, ആനന്ദം ലഭിക്കും. അപ്പൊ ആ ഖബറാളിക്ക് അത് കിട്ടിക്കോട്ടെ. അത്ര സമയം എന്തിനതൊക്കെ ഇല്ലാണ്ടാക്കണ്? ഇല്ലാണ്ടാക്കിയിട്ട് പിന്നെ എന്റെ സ്ഥാനത്ത് എന്താ വരുന്ന കൂട്ടരെ? പവാട വേണം അന്നെ. പിന്നെ ഖുർആൻ പോയതിന്റെ സ്ഥാനത്ത് വരുന്നതല്ലേ? ഇതൊക്കെ ഇല്ലാണ്ടാക്കിയ ഞമ്മക്കൊക്കെ ഞാനും നിങ്ങളൊക്കെ പോയി കിടക്കാനുള്ളതാ. ഇനി ഞമ്മക്ക് അങ്ങനത്തെ ബേജാറൊന്നുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഒക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ശരിയാക്കി വെച്ചാണ്. ഇല്ലാത്തവർക്കല്ലേ പേടിയുള്ളൂ. പൊന്നും മക്കളെ, ചെയ്തുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കിടക്കാൻ പറ്റുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാന്നല്ലാതെ എന്താ പറയാ? നമ്മൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലൻ യൻജുവ അഹദും ബിഅമലിഹി, ഒറ്റ ഒരു മനുഷ്യനും അവൻ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ മഹാന്മാരായ സഹാബാ കിറാമുകൾ ചോദിക്കുകയാണ്, വലാ അൻത യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ അങ്ങയുടെയും അവസ്ഥ ഇത് തന്നെയോ? ബലാ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫളി റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യമാവുന്ന ഔദാര്യം കൊണ്ട് എന്നെ മൂടി പൊതച്ചെങ്കിലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്താ കാരണം? കൂലില്ലാഞ്ഞിട്ടാണോ? ചെയ്യുന്ന അമലിന് കൂലില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ ഫലം നമ്മൾ പറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. കൂലി തരാൻ വേണ്ടിയിട്ടൊന്നും ബാക്കിയില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല അവന്റെ കാരുണ്യം കോരിച്ചൊരിയാൻ തുടങ്ങി. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ശുക്ർ ചെയ്തവരാണോ നമ്മൾ? ചെയ്യുന്ന അമലൊക്കെ എനിക്ക് വരവെച്ചു, എനിക്ക് കുറെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതൊക്കെ ഈ അല്ലാഹു തആല തന്ന ഈ നിഅമത്തിന് വരവെച്ച് നാളെ കണക്ക് നോക്കുമ്പോ ചെയ്ത അമലിനൊക്കെ നല്ല കൂലിയുണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ അള്ളാഹുവിൽ നിന്നിട്ട് അനുഭവിച്ച നിഅമത്തിനോ അതിന് വില പിടിച്ച നിഅമത്തുകളാണ്. അതിനിങ്ങനെ വരവെച്ച് നോക്കുമ്പോ പണ്ട്